بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. പീസ് റേഡിയോയിലെ കുട്ടികളുടെ പ്രത്യേക പരിപാടിയും പെരുന്നാളിൻ്റെ അന്ന് അതുപോലെ വിശേഷപ്പെട്ട ദിനങ്ങളിലൊക്കെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ധാരാളം പരിപാടികളിൽ വളരെ എണ്ണപ്പെട്ട സവിശേഷത നിറഞ്ഞ ഒരു പരിപാടി തന്നെയാണ് സ്റ്റാർ ക്വസ്റ്റ്. കാരണം വീട്ടിൽ നിന്ന് പാട്ട്, പ്രസംഗം, കഥ, കവിത മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും ഒക്കെയായി കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടിയാണ് സ്റ്റാർ ക്വസ്റ്റ്. ഇന്നലെ പെരുന്നാളിൻ്റെ തലേന്ന് രാത്രി നമ്മൾ തുടങ്ങിയതാണ്. പെരുന്നാൾ ഉടനീളം സ്റ്റാർ ക്വസ്റ്റ് പലപ്പോഴായി നമ്മൾ കേട്ടു. പെരുന്നാൾ പിറ്റേന്ന് ഇതാ വീണ്ടും സ്റ്റാർ ക്വസ്റ്റ് തുടരുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ആരാണെന്ന് അറിയണ്ടേ? സന ഫാത്തിമ ഇസ്ലാമിക് സോങ്ങുമായിട്ട് MHMA UP സ്കൂൾ വാവൂരിലെ 6ാം ക്ലാസ്സിലെ മിടുക്കിയായ സന ഫാത്തിമയുടെ പാട്ടിലേക്ക്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് സന ഫാത്തിമ. പൂങ്കുടി കാരിപ്പറമ്പിൽ നിന്നാണ്. 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. MHMA UP സ്കൂൾ വാവൂരാണ്. വിണ്ണിൻ്റെ കാവിളത്ത് കണ്ട് ചൊവ്വാൽ മൈലാഞ്ചി ചുവപ്പിച്ച് ചെണ്ട് ചെറിയ പെരുന്നാൾ പിറ കണ്ട് ചുണ്ടിൽ തക്ബീറിൻ മുത്താണരുന്നുണ്ട്. റംസാൻ നമ്മിൽ റഹ്മത്തേകി റാഹത്താക്കി തന്നീനെ രാവും പകലും സഹനും കൊണ്ടതിലിരയോൻ കനിഞ്ഞ ദിനമല്ലേ. റംസാൻ നമ്മിൽ റഹ്മത്തേകി റാഹത്താക്കി തന്നീലേ രാവും പകലും സഹനും കൊണ്ടതിലിരയോൻ കനിഞ്ഞ ദിനമല്ലേ. കൂട്ടുകുടുംബ ഇടഞ്ഞി ചമഞ്ഞവരുന്നിനൊരുങ്ങും നാളല്ലേ. നന്മകൾ പാരിൽ പൂത്തില്ലേ, നുകരാനായൊത്തൊരുമിച്ചിലേ. വിണ്ണിൻ്റെ കവിളത്ത് കണ്ട് ചൊവ്വാൽ മൈലാഞ്ചി ചുവപ്പിച്ച് ചെണ്ട് ചെറിയ പെരുന്നാൾ പിറ കണ്ട് ചുണ്ട് തക്ബീറിൻ മുത്താണരുന്നുണ്ട്. അത്തർ പുത്തിയ ഫിത്തറിൻ പുത്തർ ഒത്തിരി നൽകാനൊത്തിലേ. കാണാ കഥന കണ്ണീരോടും വൈകൾ തേടി പിടിച്ചില്ലേ. അത്തർ പുത്തിയ ഫിത്തറിൻ പുത്തർ ഒത്തിരി നൽകാനൊത്തിലേ. കാണാ കഥന കണ്ണീരോടും വൈകൾ തേടി പിടിച്ചില്ലേ. ഈദ് പരത്തും സന്ദേശത്തിൻ സുന്ദരനാഗം കേട്ടില്ലേ. കരനീങ്ങിയ കൽബിനുള്ളിയല്ലേ, പുണരാനായി കനമത് ചേർന്നില്ലേ. വിണ്ണിൻ്റെ കവിളത്ത് കണ്ട് ചൊവ്വാൽ മൈലാഞ്ചി ചുവപ്പിച്ച് ചെണ്ട് ചെറിയ പെരുന്നാൾ പിറ കണ്ട് ചുണ്ട് തക്ബീറിൻ മുത്താണരുന്നുണ്ട്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഈ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ സന ഫാത്തിമ പൊളിച്ചടക്കി. അടിപൊളി പാട്ടാണല്ലോ മോളെ, സൂപ്പറായിരിക്കുകയാണ്. അപ്പോൾ സനയോട് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ പൂങ്കുടി കാരിപ്പറമ്പാണല്ലോ വീട്. തൊട്ടടുത്താണ് ഗ്രീൻ വാലി സ്കൂളിലെ നമ്മുടെ പീസ് റേഡിയോ സ്റ്റുഡിയോ ഉള്ളത്. പീസ് റേഡിയോ ഗ്രീൻ വാലി സ്റ്റുഡിയോയിലേക്ക് പെരുന്നാളിന് ശേഷം ഇനി നമ്മൾ ഇപ്പോൾ തുടങ്ങും, ഈവനിങ് ലൈവ് തുടങ്ങും. അപ്പോൾ കുറേ പാട്ടുകൾ ചില ദിവസങ്ങളിലൊക്കെ വരണം. അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഇന്ന ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പീസ് റേഡിയോയിൽ നിങ്ങൾക്കൊരു നമ്പറുണ്ട്, ആ നമ്പറിൽ അറിയിച്ചാൽ മതി. 85 90 745 845. ഏത് കൂട്ടുകാർക്കും അടുത്ത് സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുള്ള കുട്ടികൾക്കൊക്കെ നമ്പറിൽ വിളിച്ചറിയിച്ചും ദൂരമുള്ളാണെങ്കിലും പ്രത്യേകം വിളിച്ചറിയിച്ചാൽ നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈവനിങ് ലൈവിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പോൾ സനയോട് പ്രത്യേകം പറയുകയാണ്, സന നല്ല പാട്ടുകളൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടോ ഇൻഷാ അല്ലാഹ്. സനയുടെ പാട്ടിന് ശേഷം ഇനി മറിയം അൻസിറാണ് മറ്റൊരു ഗാനവുമായി. അൽ ഹിക്മ
ഹോളിഡേ നന്ദി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് മറിയം അൻസറിൻ്റെ പാട്ടിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മരണത്തെ നേരിൽ കാണും മണ്ണോട് നീയും ചേരും, മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും. ഇല്ലേ ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. ഇല്ലേ ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. അസ്റായിൽ റൂഹും കൊണ്ട് മടങ്ങിടും ചാരി നിന്ന്, അന്നേരം പേരും മാഞ്ഞ് വിളിക്കുമീ മയ്യത്തിന്ന്. മരണത്തിൻ വേദനയുണ്ട്, മറക്കാത്ത രുചി അതിലുണ്ട്. സഹിക്കുമോ വേദന കൊണ്ട്, തുണയ്ക്കുമോ റബ്ബിത് കണ്ട്. എണ്ണയിൽ നിന്നും നൂല് വലിക്കുന്ന പോലെ എൻ്റെ ശരീരത്തിൽ നിന്നും റൂഹ് എടുക്കുമോ നാദാമെല്ലെ. സക്കറാത്തിൻ വേദനയിൽ സക്കറാത്തിൻ വേദനയിൽ ഞാൻ പിടയുന്ന നേരം എന്നിൽ സഹായത്തിനാരുമില്ല. സലാമത്ത് നൽകൂ നാദാ, മരണത്തെ നേരിൽ കാണും മണ്ണോട് നീയും ചേരും. മലക്കുൽ മൗത്തരികെ വന്നാൽ ഒളിക്കുവാനെങ്ങോട്ടോടും. ഇല്ലേ ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. ഇല്ലേ ഇല്ല രക്ഷയില്ല, റബ്ബല്ലാതെ തുണയേകില്ല. അസ്റായിൽ റൂഹും കൊണ്ട് മടങ്ങിടും ചാരി നിന്ന്, അന്നേരം പേരും മാഞ്ഞ് വിളിക്കുമേ മയ്യത്തിന്ന്. മാഷാ അല്ലാ. ഇപ്പം മറിയമ്മിനോട് തന്നെയാണ് പറയുള്ളത്. പക്ഷെ മറിയം ഇവിടെ അടുത്തില്ല, കുറച്ച് ദൂരെ ആയതുകൊണ്ടാണ്. അപ്പം മറിയം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പീസ് റേഡിയോ ഈവനിങ് ലൈവിലൊക്കെ വീട്ടിൽ നിന്നാണെങ്കിലും പങ്കെടുക്കുക, വോയിസ് മെസ്സേജുകളൊക്കെ അയച്ചിട്ട് അതിൻ്റെ ഭാഗമാകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ 85 90 745 845 നമ്പറിലേക്ക് നിങ്ങൾക്കൊക്കെ കോൺടാക്റ്റ് ചെയ്യാം, മറക്കേണ്ട. ഓക്കെ, അപ്പോൾ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ശവ്വാലമ്പളി പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് പെരുന്നാൾ പിറ്റേന്നും തുടരുമ്പോൾ ഫാത്തിമ ജന്നയാണ് കൂടെയുള്ളത്. UKGയിലെ കൊച്ചുമിടുക്കി ഒറോമ്പ്രം സ്കൂളിലാണ് പഠിക്കുന്നത്. ഫാത്തിമ ജന്ന, പഠിക്കോളൂ. മുത്തായ മുത്തിനെ മുത്തി മണക്കുവാൻ, മുത്തിനോടെൻ്റെ സലാമൊന്നു ചൊല്ലുവാൻ. മലക്കുൽ മൗത്തൻ്റെ റൂഹ് പിടിക്കും മുൻ, മനസ്സുള്ളിൽ മോഹം നീ റവേറ്റിത അല്ലാ. മുത്തായ മുത്തിനെ മുത്തി മണക്കുവാൻ, മുത്തിനോടെൻ്റെ സലാമൊന്നു ചൊല്ലുവാൻ. റൗള ഷരീഫിൻ്റെ ചാരേ പിറന്നില്ല, റൈഹാൻ സുഗന്ധം വിശുദ്ധങ്ങളറ്റില്ല. റൗള ഷരീഫിൻ്റെ
ചാരേ പിറന്നില്ല. റൈഹാൻ സുഗന്ധം വിഷുന്തന്നളച്ചില്ല. കനവിൽ കണ്ടില്ലേലും കൽബിൽ മുഖമില്ലേ. കാരുണ്യം പൂത്തുള്ള നേതാവും നബിയല്ലേ. മുത്തായ മുത്തിനെ മുത്തി മണക്കുവാൻ മുത്തിനോടെൻ്റെ സലാമൊന്നു ചൊല്ലുവാൻ. മാഷാ അല്ലാ, ഇത് നല്ല രസമുള്ളൊരു പാട്ടാണ് അല്ലേ. ഫാത്തിമ ജന്നയുടെ UKGയിലെ ഫാത്തിമ ജന്ന ആലപിച്ച ഈ പാട്ട് ഒരു മദ്ഹ് ഗാനമായിട്ട് നമുക്ക് പരിഗണിക്കാം. നന്നായിട്ടുണ്ട്. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിലെ അടുത്ത ഘട്ടം ഫാത്തിമമാരാണിങ്ങനെ മുന്നോട്ട് പോകുന്നത് അല്ലേ. ഫാത്തിമ ജന്നയ്ക്ക് ശേഷം ഇനി ഫാത്തിമ ഷെൻസ MR, ഫാത്തിമ ഷെൻസ MK അവതരിപ്പിക്കുന്ന ഗാനത്തിലേക്കാണ് ഇനി പോകുന്നത്. കേൾക്കാം. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. അത് കേട്ട് ഞെട്ടി തെറിച്ചില്ല ഈമാൻ. അത് കേട്ട് പൊട്ടി കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞു ഖലീല്, ഇറയോന്റെ കൽപ്പനയ്ക്കില്ല പതിയില്. പൊട്ടി ചിരിച്ച് പറയുന്നു മുത്ത്, വെട്ടി തെറിപ്പിക്ക് ബാപ്പാ കഴുത്ത്. ഇരുപേരുമൊത്ത് നടക്കുന്നു മെല്ലെ, ഇറയോൻ വിധിയാലെ ബലികല്ല് കൊള്ളേ. ആകാശഭൂമി കദീപതിയായ അല്ലാഹുവിൻ്റെ കുദറത്തിനാലെ ഇബ്രാഹിമെന്ന നബിയോടൊരാജ്ഞ ഇസ്മായിലാകും പൊന്മോനെ അറുക്കാൻ. മാഷാ അല്ലാ. ഉള്ളണം സ്കൂളിലെ 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഫാത്തിമ ഷെൻസ MK. കളിയാട്ടമുക്ക്. അപ്പോൾ ഫാത്തിമ ഷെൻസയുടെ ഗാനം കേട്ടല്ലോ അല്ലേ. സൂപ്പറായിട്ടില്ലേ, അടിപൊളിയില്ലേ, മാഷാ അല്ലാ. പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് പെരുന്നാൾ ദിന പ്രത്യേക പരിപാടിയുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് നമ്മളിങ്ങനെ കേട്ട് പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്തൊരു പ്രോഗ്രാം ഷഹബാനാണ് നമ്മുടെ കൂടെ വരുന്നത്. ഒരു ഇസ്ലാമിക് സോങ്ങുമായി. APS ഇരുമ്പുംചോല 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ് ഷഹബാൻ. കേൾക്കാം. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. ആരാധനകൾ കരഹനായോനേ ആരിലും കാരുണ്യം ചൊരിഞ്ഞിടുന്നോനെ. ആരാധനകൾ കരഹനായോനേ ആരിലും കാരുണ്യം ചൊരിഞ്ഞിടുന്നോനെ. അഹദായവനേ സമദായവനേ അഖിലവും പോറ്റും യാ സുബ്ഹാനേ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഷഹബാൻ അടിപൊളിയായിട്ട് അവതരിപ്പിച്ചു. ഷഹബാനോട് പറയാനുള്ളത്, ഈ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത്, പരിപാടി കേൾക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് ഈവനിങ് ലൈവിൻ്റെ കാര്യമാണ്. ഈവനിങ് ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നല്ല നല്ല പാട്ടുകളൊക്കെ പാടി അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ വീട്ടിൽ അടുത്ത ആളുകൾക്ക് സ്റ്റുഡിയോയിൽ വരാം, അല്ലാത്ത ആളുകൾക്ക് വീട്ടിൽ നിന്ന് നോയ്സ് ഇല്ലാത്ത രൂപത്തിൽ പാട്ട് പാടി ലൈവിലേക്ക് അയച്ചു തരാം കേട്ടോ, ഇൻഷാ അല്ലാ. അപ്പം ഈവനിങ് ലൈവ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
എങ്കിൽ നമ്മളിനി അടുത്തൊരു ഒരു ഒരു പ്രഭാഷണമാണ് കേൾക്കുന്നത്. അഹമ്മദ് ഐമനാണ് അവതരിപ്പിക്കുന്നത്. HIHSS എടവനക്കാട് 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയായ അഹമ്മദ് ഐമൻ്റെ പ്രഭാഷണത്തിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, ചെറിയ പെരുന്നാളിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഹിജറ വർഷത്തിലെ 9ാമത്തെ മാസമായ റമളാൻ മാസമുടനീളം ആചരിച്ച വ്രതകാലത്തിന് ശേഷം വരുന്ന ശവ്വാൽ മാസം 1-നാണ് ഈദുൽ ഫിത്തർ. വിശ്വാസത്തിന്റെയും സഹനത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും നിലാവെളിച്ചം മനസ്സിലേക്ക് ആവാഹിച്ച് നോമ്പുകാരൻ നേടിയെടുത്ത ഉണർവിന്റെയും ക്ഷമയുടെയും നന്മയുടെയും ഒരു പുതുപുലരിയാണ് യഥാർത്ഥത്തിൽ ശവ്വാലിൽ പിറവിയെടുക്കുന്നത്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ശാന്തിയുടെയും തക്ബീർദാനികളുടെയും സാരാംശമാണ് ഇനി പങ്കുവെക്കപ്പെടേണ്ടത്. വ്രതസമാപ്തി വിജയാഘോഷം എന്ന് ചെറിയ പെരുന്നാൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ചിട്ടയോടെയും സൂക്ഷ്മതയോടെയും ഒരു മാസം നീണ്ട വ്രതനിഷ്ഠയുടെയും പുണ്യം പങ്കിടുന്ന ഒത്തുചേരൽ കൂടിയാണ് ഈദുൽ ഫിത്തർ. പെരുന്നാളിൽ പ്രധാനമായി 2 ആരാധനകളാണ് ഉള്ളത്: പെരുന്നാൾ നമസ്കാരവും ഫിത്തർ സക്കാത്തും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. മാഷാ അല്ലാഹ്. അപ്പോൾ ശരിക്കും പെരുന്നാളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അഹമ്മദ് ഐമൻ ഓർമ്മപ്പെടുത്തിയത്. നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് മോനെ, ഗംഭീരമായിരിക്കുകയാണ്. അപ്പോൾ അഹമ്മദ് ഐമൻ്റെ സംസാരത്തിന് ശേഷം ഇനി മറിയം ഹനീഫ് അവതരിപ്പിക്കുന്ന ഗാനത്തിലേക്കാണ് പോകുന്നത്. മറിയം ഹനീഫ് നമ്മോടൊപ്പം ചേരുന്നു. അസ്സലാമു അലൈക്കും. എല്ലാം അറിയുന്നാഥ, എന്നിൽ ഗുണവും നൽകുന്നാഥ, സബുവത്തിലും വാഴ്ത്തുന്നേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നേ, ശുക്ർ പുരയുന്നേ. أنا شاعر عندي أو عالم كل بشيء. أنا أحمد وقتي وعي. أنا عالم نعم الله. أنا أشكر نعم الله. എല്ലാം അറിയും നാഥ, എന്നിൽ ഗുണവും നൽകും നാഥ, പ്രഭുവത്തിലും വാഴ്ത്തുന്നേ, ഞാൻ നിന്നെ വാഴ്ത്തുന്നേ, ശുക്ർ മുരയുന്നേ. ഇലയില്ലാത്തൊരു കണ്ണീർ കടലിൽ, തുഴയില്ലാത്തൊരു പൂന്തോണി, ദുഃഖം മാത്രം കൂട്ടിനുള്ളൊരു വേഴാമ്പൽ കിളി ഞാനാണ്. മാഷാ അല്ലാഹ്. മറിയം ഹനീഫ് ആലപിച്ച ഗാനം കേട്ടല്ലോ. സ്റ്റാർ ക്വസ്റ്റിൽ ഇനി അധിക ബിലാലിൻ്റെ മറ്റൊരു ഗാനത്തിലേക്ക് നമ്മൾ പോകുന്നു. CKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചിങ്ങപുരം 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന അധിക ബിലാലാണ് ഇനി നമ്മുടെ കൂടെ. കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആകാശത്ത് അമ്പിളിയെത്തി, ആഘോഷത്തിൻ ആദിനമെത്തി, ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. ആകാശത്ത് അമ്പിളിയെത്തി, ആഘോഷത്തിൻ ആദിനമെത്തി, ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. റമളാനേകിയ ചൈതന്യം റഹ്മാനെ നിലനിർത്തേണം. റമളാനേകിയ ചൈതന്യം റഹ്മാനെ നിലനിർത്തേണം. റയ്യാൻ കടന്ന് സ്വർഗം വാങ്ങാൻ റഹ്മത്തെന്നിൽ ചൊരിയണം. റയ്യാൻ കടന്ന് സ്വർഗം വാങ്ങാൻ റഹ്മത്തെന്നിൽ ചൊരിയണം. റൂഹ് പിരിഞ്ഞു പോകും നാളിൽ റാഹത്തോടെ മടങ്ങേണം. റൂഹ് പിരിഞ്ഞു പോകും നാളിൽ റാഹത്തോടെ മടങ്ങേണം. റാഹത്തോടെ മടങ്ങേണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ
ആകാശത്ത് അമ്പിളിയെത്തി ആഘോഷത്തി ആദിനമെത്തി ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. ആഹ്ലാദത്താൽ മനസ്സ് ചൊല്ലി അല്ലാഹു അക്ബർ. സൗമിൽ വന്ന ബദ്ധങ്ങൾ സുബ്ഹാനേ നീ മായ്ച്ചിടണേ. സൗമിൽ വന്ന ബദ്ധങ്ങൾ സുബ്ഹാനേ നീ മായ്ച്ചിടണേ. സൂക്ഷ്മതയുള്ളവരാകാനിനെയും സുരക്ഷേകി കാത്തിടണേ. സൂക്ഷ്മതയുള്ളവരാകാനിനെയും സുരക്ഷേകി കാത്തിടണേ. പരലോകത്ത് അണയും നേരം പാപവിമുക്തി നൽകിടണേ. പരലോകത്ത് അണിയും നേരം പാപവിമുക്തി നൽകിടണേ. മാഷാ അല്ലാ, മാഷാ അല്ലാ. അധിക ബിലാലിൻ്റെ പാട്ട് കേട്ടൂലേ? നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മാഷാ അല്ലാ. അധിക ബിലാൽ പാടിയ പാട്ടിന് ശേഷം ഇനി ഹൗവ ബിൻ തക്ബറാണ് നമ്മുടെ ഒപ്പം ചേരുന്നത്. ഹൗവ 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. GUPS മേപ്പറമ്പ് സ്കൂളിലെ 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയായ ഹൗവയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹദവന്നംറാൽ അഹമ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹദവന്നംറാൽ അഹമ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. ദൂതുമായി വീട്ടിൽ അണഞ്ഞു ദൂതരായി നാട്ടിൽ അറിഞ്ഞു. ദൂതുമായി വീട്ടിൽ അണഞ്ഞു ദൂതരായി നാട്ടിൽ അറിഞ്ഞു. മുത്തുനബിയുടെ സത്യവഴിയുടെ ദീപമായി തെളിഞ്ഞു. എങ്ങും നിത്യ താര തെളിവൊളി തൂവി വിജയമതേകിടും ഫുർഖാൻ ഇറയോന്റെ കലിമത്തൻ ഖുർആൻ. വിജനമാം ജബലിൻ മുകളിൽ അജബെഴും ഹീറാ ഗുഹയിൽ വന്നു ജിബ്രീൽ വഹ്യുമായി അഹദവന്നംറാൽ അഹമ്മദിലോതി ഇഖ്റ ബിസ്മി പൊരുളതിൽ വേദവിധി ഫുർഖാൻ അറിവിന്റെ അമൃതഖനി ഖുർആൻ. ഓതിയാൽ ഫലമുണ്ടതിന് ഓർക്കുകിൽ ഗുണമേറിടുന്നു. ഓതിയാൽ ഫലമുണ്ടതിന് ഓർക്കുകിൽ ഗുണമേറിടുന്നു. ആഴമതിരുകൾ ഏതുമറിയത്ത ആഴിയായി വളർന്നു. എങ്ങും സത്യജ്ഞാന ഫലങ്ങളുമേകും വിളനിലമായിടും ഫുർഖാൻ പെരിയോന്റെ മോക്ഷം വഴി ഖുർആൻ. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഹൗവ ബിൻ തക്ബർ നല്ല ഒരു പാട്ട്. ഇങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു അല്ലേ? നല്ല ഭാവത്തിലും ഈണത്തിലുമൊക്കെ മോള് പാടിയിരിക്കുകയാണ്. പ്രിയ കൂട്ടുകാരെ, സ്റ്റാർ ക്വസ്റ്റ് പെരുന്നാൾ സന്ദർഭത്തിൽ 2 പെരുന്നാളിലും നമ്മളിതുപോലെ സ്റ്റാർ ക്വസ്റ്റിൽ ഒരുപാട് പരിപാടികൾ കേൾക്കാറുണ്ട്. ഇത് പെരുന്നാളിന് മാത്രമല്ല കേട്ടോ സ്റ്റാർ ക്വസ്റ്റ് ഉള്ളത്. നിങ്ങൾ സ്റ്റാർ ക്വസ്റ്റ് പോലെ തന്നെ പങ്കെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈവനിങ് ലൈവ്. ഈവനിങ് ലൈവിൽ നിങ്ങളുടെ പാട്ടുകളൊക്കെ പാടിയിട്ട് ഗംഭീരമാക്കാൻ പറ്റിയ അവസരമുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മോടൊപ്പം ഷൻസ അബ്ദുർ റഷീദ് ഒരു മലയാളം കഥയുമായിട്ടാണ്. അൽ ഇസ്ലാഹി ഇസ്ലാമിക് സെൻറ്റർ ഖോബാറിലെ 4ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയായിട്ടുള്ള ഷൻസ അബ്ദുർ റഷീദ് ഒരു മലയാളം സ്റ്റോറിയുമായി നമ്മോടൊപ്പം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം ആശ്ലേഷണം.
തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമുണ്ടെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ. മക്കയിലെ ഖുറൈശി പ്രമുഖരിൽ ഒരാളായിരുന്നു തൽഹത്ത്. ഒരു ദിവസം അദ്ദേഹം ബസ്രയിൽ കച്ചവടം ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാരിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, മുൻ പ്രവാചകന്മാരുടെ പ്രവചനം അനുസരിച്ച് ഒരു സത്യപ്രവാചകന്റെ ആഗമനം സമാഗതമായിരിക്കുന്നു. അത് നിങ്ങളുടെ പുണ്യഭൂമിയിൽ നിന്നായിരിക്കും. മാസങ്ങളോളം നീണ്ടുനിന്ന കച്ചവട യാത്ര കഴിഞ്ഞ് തൽഹത്ത് നാട്ടിൽ തിരിച്ചെത്തി. മക്കയിൽ 4 പേർ കൂടുന്നിടത്തെല്ലാം ഒരേ ഒരു വാർത്ത, അല്ലമീന്റെ പുതിയ മതത്തെക്കുറിച്ച്. തൽഹത്ത് ഉടനെ അന്വേഷിച്ചത് അബൂബക്കറിനെ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ മുഹമ്മദിന്റെ കൂടെയാണെന്ന് വിവരം ലഭിച്ചു. തൽഹത്ത് ചിന്തിച്ചു, മുഹമ്മദും അബൂബക്കറും അവർ 2 പേരും യോജിച്ചൊരു കാര്യം തെറ്റാവാൻ സാധ്യതയില്ല. മുഹമ്മദ് ആവട്ടെ 10-40 വർഷം ഒന്നിച്ചു ജീവിച്ച വ്യക്തിയാണ്. ഒരിക്കൽ പോലും ഒരു കളവ് പറയുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. അത്രക്കും പരിശുദ്ധനായ ഒരാൾ ദൈവത്തിന്റെ പേരിൽ കളവ് പറയുകയോ അതൊരിക്കലും ഉണ്ടാവുകയില്ല. തൽഹത്ത് ഉടനെ അബൂബക്കറിനെ ചെന്ന് കണ്ടു. അല്ലമീന്റെ പുതിയ മതത്തെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ എത്തി ഇസ്ലാം സ്വീകരിച്ചു. മാഷാ അല്ലാ. അപ്പോൾ ഒരു ചരിത്ര കഥയാണ് മോൾ അവതരിപ്പിച്ചത്. ഷൻസ അബ്ദുൾ റഷീദ് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് അറിയാം. അപ്പോൾ എന്നിരുന്നാലും കൂടുതൽ ചരിത്രങ്ങൾ കുറച്ചുകൂടി ഗംഭീരമായിട്ട് അവതരിപ്പിച്ചതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട് ഇനിയും അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ എപ്പിസോഡിൻ്റെ അവസാനത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി മർവാനാണ് കൂടെ വരുന്നത് ഒരു മലയാളം പാട്ടുമായിട്ട്. GM UP സ്കൂൾ പൂനൂരിലെ മർവാൻ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാണ്. കേൾക്കാം. അസ്സലാമു അലൈക്കും. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, പൂനീലാവെങ്ങും പരന്നോരു നേരത്ത്, ഞാനെന്റെ കൽബിൻ ബൂറാക്കിലേറി എന്റെ മോഹങ്ങളെത്തി ഞാൻ ചെന്നിറങ്ങി. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, തൗഹീദിൻ മന്ത്രം മുഴക്കാനീ ഭൂവിതിൽ മുന്നേ പണി തീർത്ത മങ്ങാത്ത മന്ദിരം, തൗഹീദിൻ മന്ത്രം മുഴക്കാനീ ഭൂവിതിൽ മുന്നേ പണി തീർത്ത മങ്ങാത്ത മന്ദിരം, കണ്ടെന്റെ കണ്ണ് കുളിർത്തുവല്ലോ എന്റെ കൽബിൻ കറകളായിഞ്ഞുവല്ലോ, കണ്ടെന്റെ കണ്ണ് കുളിർത്തുവല്ലോ എന്റെ കൽബിൻ കറകളായിഞ്ഞുവല്ലോ. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, വന്ധ്യ റസൂലിന്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ, വന്ധ്യ റസൂലിന്റെ പുണ്യപാദങ്ങളിൽ ചുംബനമേകിയ തൂമണൽ മുത്തുകൾ, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്. ശുക്രൻ. മാഷാ അല്ലാ. അപ്പോൾ ഹജ്ജ് ഓർമ്മകൾ ഓർമ്മപ്പെടുത്തുന്ന, ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ സമയമൊക്കെയാണല്ലോ വരാനുള്ളത് അല്ലേ. അപ്പോൾ മർവാൻ ഈ ഒരു പാട്ടാണ് പാടി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. മാഷാ അല്ലാ. പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും എപ്പിസോഡുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാവണം ഇൻഷാ അല്ലാ. അടുത്ത സ്റ്റാർ ക്വസ്റ്റിലെ അടുത്ത കൂട്ടുകാരും കാത്തിരിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ കഴിഞ്ഞ പരിപാടികളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണം. ഫീഡ്ബാക്കിലൂടെ, നിങ്ങളുടെ കമൻറ്റുകളിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് അപ്പോൾ തൽക്കാലം ഇവിടെ ചോദിക്കാം. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.